ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമ്മണി ജയനോട് പറ, എടാ ജയ, ഞാനിവിടെ പമ്മനിക്കുന്ന എന്താണെന്നറിയാവോ? എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ട്. പിന്നെ ഇവരെൻ്റെ പെണ്ണുമ്പിള്ളയെക്കുറിച്ച് എന്തെങ്കിലും പാര പണിയാനായിരിക്കും. എടാ ജയ, നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ എന്നോട് ഒരു വിലമതിപ്പും ഇല്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞൊന്ന് തൊലക്കി. അല്ലെങ്കിലും അങ്ങനാടാ, ഉള്ളത് പറഞ്ഞാലേ നിനക്ക് അസ്ഥിക്ക് പിടിക്കത്തില്ല. പക്ഷേങ്കിലേ പറയേണ്ടടുത്ത് പറഞ്ഞാണ് ഈ കൊച്ചമ്മണിക്ക് ശീലം. അതുകൊണ്ട് ഞാൻ പറയുക, നിന്റെ ഭാര്യ പ്രിയ ഉണ്ടല്ലോ, അവക്കൊരെല്ല് കൂടുതലാ. അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ ഭാര്യയ്ക്ക് എല്ല് വളരുന്നോ? ഇനി ഉടനെ തന്നെ ഒരു ഓർത്തോ ഡോക്ടറെ കാണിക്കണമല്ലോ. മണ്ട ശിരോമണി, ഓർത്തോയും കാർത്തോയും ഒന്നും കാണിക്കുന്ന കാര്യമല്ലടാ ഞാൻ പറയുന്നത്. നിന്റെ ഭാര്യയ്ക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. എൻ്റെ അമ്മേ, നിങ്ങളിങ്ങനെ ഏഷണി പറയാതെ എൻ്റെ പ്രിയ എന്ത് ചെയ്തെന്നാ പറയുന്നത്? അവളാ രുക്മിണിയെ തല്ലിയടാ. രുക്മിണിയെ തല്ലിയെന്നാ? അതേടാ, കൊമ്പനാനയുടെ കൈ പോലല്ലേ അവിടെ കൈ അങ്ങനെ ഇരിക്കുന്നത്. ആ കൈയും കൊണ്ട് അവൾ രുക്മിണിയുടെ ചെകിട്ടത്തിട്ട് രണ്ട് കൊടുത്ത് അടികിട്ടിയ രുക്മിണിയുടെ ബോധം പോയടാ. പിന്നെ ബോധം തെളിഞ്ഞിട്ട് മൊന്നം നടന്നവളങ്ങ് പോയി. ആ രുക്മിണി ഒരു പ്രായമായ സ്ത്രീയല്ലേ? ആ കർക്കിടകക്കുറിപ്പ് ശ്രീലക്ഷ്മിയുടെ അമ്മായിയമ്മയല്ലേ? എന്നാ ഞാൻ അതൊന്ന് ചോദിക്കട്ടെ പ്രിയൻ. എടാ, അങ്ങനൊന്നും വെറുതെ ചോദിക്കരുത്. അവിടെ കർണത്തിട്ട് രണ്ട് അടി കൊടുത്തിട്ട് വേണം ചോദിക്കാൻ. വാ, ഞാൻ കൂടെ വരാം. കൊച്ചമ്മണി അങ്ങനെ നട ജയന്റെ കൈയും പിടിച്ചോണ്ട് വരിക. പ്രിയ അത് കാണുന്നുണ്ട്. തള്ള ഏതാണ്ടൊക്കെ ഓതി കൊടുത്തിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. ജയൻ ഇങ്ങോട്ട് വന്ന് വലിയ അധികാരത്തെ ചോദിക്കുക, എന്താടി പ്രിയ ഇവിടെ ഉണ്ടായത്? അതിന് താണ്ടി ഇവര് പറഞ്ഞല്ലോ. ഇവര് പറയുന്നൊന്നും കേട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നടന്നത് എന്താണെന്ന് നീ തന്നെ പറ, ഞാൻ പറയാമല്ലോ എന്നും പറഞ്ഞ് പ്രിയ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ജയനോട് പറയുവാണ്. രുക്മിണി ആ വീട്ടിൽ കുഴിച്ചിട്ട കൂടുപത്രം രുക്മിണിയെ കൊണ്ട് തന്നെ പ്രിയ എടുപ്പിച്ച്, എന്നിട്ട് ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്തു. വേണുവട്ടം പറയാ, ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നവരെ പിടിച്ച് ജയിലിലിടുകയാണ് വേണ്ടത്. ഓരോ കൂടുപത്രവും മന്ത്രവാദം കൊച്ചമ്മണി നിന്ന് പരുങ്ങുവാണ്. കാരണം കൊച്ചമ്മണി ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴതൊക്കെ കേട്ടിട്ട് രാജുവും ഋതിക അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഋതിക ചോദിക്കുക, ആ രുക്മിണിയോട് അങ്ങനെ പെരുമാറിയത് ശരിയല്ലെന്നാണോ ജയേട്ടൻ പറയുന്നത്? അയ്യോ, അങ്ങനെയല്ല മോളെ, ഞാൻ ചില രാഷ്ട്രീയ കളികളൊക്കെ കളിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ജീവിക്കാനുള്ള ചില തന്ത്രങ്ങൾ മാത്രമാ. ഞാൻ എവിടെയൊക്കെ കയറി കളിച്ചാലും മനസ്സുകൊണ്ട് ഞാൻ വർമ്മസാറിന്റെ കൂടെയാ. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയാൽ വർമ്മസാറിന്റെ പുതിയ പ്രവർത്തനങ്ങൾക്കൊക്കെ ക്ഷീണം ചെയ്യും. എന്തായാലും ഇതും വർമ്മസാറിന്റെ കുടുംബം തന്നെയല്ലേ. ഇലക്ഷന് തിരിച്ചടിയാകുന്ന ഒരു കാര്യവും നമ്മളായിട്ട് ചെയ്യരുത്. ഋതിക വിട്ടുകൊടുക്കാൻ പ്ലാനില്ല. അല്ല ജയേട്ട, കൂടുപത്രം കൊണ്ടുവന്ന് കുഴിച്ചിടുമ്പോൾ അവരെ വെറുതെ വിടണമെന്നാണോ ജയേട്ടൻ പറയുന്നത്? അയ്യോ, അങ്ങനെയല്ല മോളെ. രാധമ്മ പറയാ, ആ രുക്മിണി ഹരീഷിനെ അങ്ങാണ് ഇളക്കി വിടുവോന്നാ എൻ്റെ പേടി. രാജു പറയാം, ഇതിന് പകരം ചോദിക്കാനായിട്ട് ആര് വന്നാലും നിങ്ങൾ ഇറങ്ങി ചെല്ലുകയോ പകരം പറയുകയോ ഒന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ജയൻ പറയാം, എന്നാലും ഈ പ്രിയ കാണിച്ചത് ഇത്തിരി അഹങ്കാരം തന്നെ. പ്രായത്തിന് മൂത്തവരൊക്കെ ഇങ്ങനെ തല്ലാവോ? അതിനുള്ള ശിക്ഷ ഇവക്ക് കൊടുത്തേ പറ്റൂ. ജയൻ അങ്ങനെ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരു ഭയത്തോടെ നോക്കി നിൽക്കുക. ജയൻ പതുക്കെ പ്രിയയുടെ അടുത്തോട്ട് വരിക. പ്രിയയും ആകെ ഭയന്ന് നിൽക്കുക. ദൈവമേ, എന്നെ അടിക്കുവോ ജയേട്ടൻ? കൊച്ചമ്മണി വലിയ സന്തോഷത്തോടെ നിൽക്കുക. ഇപ്പം അതാണ്ട് എൻ്റെ മോൻ അവിടെ കാരണം തല്ലിപ്പൊട്ടിക്കുന്നത് കാണാം. ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കൊച്ചമ്മണി. ജയൻ ഇങ്ങനെ ഒരു വല്ലാത്ത നോട്ടത്തോടെ പ്രിയയെ നോക്കിയിട്ട് പെട്ടെന്ന് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തങ്ങോട്ട് പ്രിയയുടെ നേരെ നീട്ടുക. അത് കണ്ട് എല്ലാവരും അങ്ങ് ചിരിക്കുവാണ്. ആകെ അങ്കലാപ്പോടെ നോക്കി നിൽക്കുന്ന കൊച്ചമ്മണിയോട് ജയൻ ചോദിക്കും, തള്ളേ, ഇത്രയും മതിയോ? കൊച്ചമ്മണിയാണെങ്കിൽ നാണം കെട്ടി തലയും കുനിഞ്ഞിങ്ങനെ നിൽക്കുക. അതിനുശേഷം ഋതിക പത്മാവതിയെ ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. അമ്മേ, എൻ്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഒരു ഭാഗത്ത് ഞാൻ ആനന്ദപിള്ളയുടെ വെല്ലുവിളി വരെ നടത്തി. അപ്പോഴാതാണ്ട വീട്ടിലെ ഈ പ്രശ്നങ്ങൾ. അതൊക്കെ അങ്ങനെയാ മോളെ. ഒരു പരീക്ഷണങ്ങൾക്ക് തുനിഞ്ഞിറങ്ങുന്നവർക്ക് ചുറ്റും പരീക്ഷണങ്ങളുടെ തന്നെ ഒരു പെരുമഴയായിരിക്കും. പക്ഷേ അമ്മേ, രാജുവിൻ്റെ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എൻ്റെ മോളെ, നീ ഈ പ്രശ്നങ്ങളും തലയിൽ കയറ്റാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പോകണ്ട. ചെറുപ്പം മുതലേ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന രാജുവിന് ഇതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനറിയാം. അപ്പോൾ രാജു അങ്ങോട്ട് വന്നിട്ട്, എന്താ ഋതു? ഞാൻ അമ്മയോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പത്മാവതി പറയുന്നു, മോളെ, ഫോൺ രാജുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തേ. മോനെ രാജു, വീട്ടിൽ നടന്ന ആ സംഭവങ്ങളിൽ ഋതു ആകെ അസ്വസ്ഥതയാണ്. അതെനിക്കറിയാമേ, അതൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. അമ്മ അതൊന്നും ഓർത്ത് ടെൻഷനാകണ്ട. ശരി മോനെ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്താ ഋതു, എന്തിനെങ്ങനെ അനാവശ്യമായ ടെൻഷനൊക്കെ? അതല്ല രാജു, രുക്മിണി ഇങ്ങനെ വേണ്ടാത്തത് എന്തെങ്കിലും ചെയ്താൽ അത് അച്ഛൻ്റെ കാര്യത്തെ കൂടെ ബാധിക്കുമോ എന്നാ എൻ്റെ പേടി. പിന്നെ എൻ്റെ ഋതികെ, രുക്മിണി കൊണ്ടുവച്ച കൂടുപത്ര തകടാണല്ലോ കേരള രാഷ്ട്രീയത്തിൻ്റെയും നമ്മുടെ വീടിൻ്റെയൊക്കെ കാര്യം തീരുമാനിക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ എന്തിനാ രാജു ഇങ്ങനെ തമാശയായിട്ട് എടുക്കുന്നത്? പിന്നെ എന്താ ഋതു ഞാൻ ചെയ്യേണ്ടത്? അവരുടെ വീട്ടിലോട്ട് നേരെ അങ്ങോട്ട് കയറി ചെന്ന് വഴക്കിടണോ? അയ്യോ, അങ്ങനെയല്ല രാജു. എൻ്റെ ഋതുമോളുടെ മനോവിഷമം പറയാതെ തന്നെ എനിക്കറിയാം. ഈ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോവരുത്. പ്രതികരിക്കേണ്ട നേരത്ത് പ്രതികരിക്കേണ്ട സമയത്ത് എതിരെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് തന്നെ നമ്മൾ പ്രതികരിക്കണം.
ചില സമയത്ത് ചിലത് കാണുന്നതൊക്കെ കണ്ടില്ലെന്നൊന്ന് നടിക്കണം. ഇത് എൻ്റെ പോളിസിയല്ല, ഋതിയുടെ അച്ഛൻ്റെ പോളിസിയാ. എൻ്റെ ഋതു ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഈ രുക്മിണിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഋതു ഇപ്പോൾ വലിയൊരു ദൗത്യത്തില, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അതുകൊണ്ട് എൻ്റെ കുട്ടി ഈ മനസ്സിലെ വിഷമമൊക്കെ അങ്ങോട്ട് മാറ്റി വർമ്മ പറ്റി മാത്രം അങ്ങോട്ട് ചിന്തിക്കേ. രാജുവിൻ്റെ വാക്ക് കേട്ട് ഋതിക പെട്ടെന്ന് രാജുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, താങ്ക് യു രാജു. എൻ്റെ ജീവിതത്തിലേക്ക് രാജു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പോയേനെ. സോറി രാജു. രാജുവിനോട് സംസാരിക്കുന്നതിന് മുമ്പ് ഞാനിത് അമ്മയെ വിളിച്ച് സംസാരിക്കേണ്ടായിരുന്നു. അതിനെന്താ ഋതു, സാരമില്ല. നല്ലതോ ചീത്തയോ എന്തെങ്കിലും കാര്യം മനസ്സിലിട്ട് ഇങ്ങനെ പെരുപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ രാജു, എത്ര സന്തോഷത്തോടാ നമ്മുടെ തമ്മിലുള്ള മാനസിക ബന്ധം മുന്നോട്ട് പോകുന്നത്. പാവം എൻ്റെ അച്ഛനും അമ്മയും അവർ തങ്ങളിൽ ഒന്നിച്ചപ്പോൾ ഇങ്ങനെ ഒരു ജീവിതമായിരിക്കില്ലേ അവർ പ്രതീക്ഷിച്ചത്. തീർച്ചയായും ഋതു, പക്ഷേ ആ അംബിക വിതച്ച ആ വിഷം അവരുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞല്ലോ. ആ അനന്തപിള്ളയ്ക്ക് കൊടുക്കേണ്ട മറുപടി എല്ലാം കൊടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കണം രാജു. എല്ലാം നമുക്ക് ശരിയാക്കാൻ ഋതു. ടെൻഷനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് സമാധാനത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എൻ്റെ രാജു ഇങ്ങനെ എനിക്ക് ഫുൾ കോൺഫിഡൻസ് തന്ന് എൻ്റെ കൂടെ ഉള്ളതാണല്ലോ എൻ്റെ സമാധാനം. അവരങ്ങനെ അവരുടെ സന്തോഷത്തുള്ള സ്നേഹപ്രകടനത്തിലാണ്. രാവിലെ കൊച്ചമ്മണി ഉമ്മർത്തിങ്ങനെ ഇതുകൊണ്ട് ആലോചിക്കുക, ഇന്ന് ആർക്ക് പണി കൊടുക്കണം. അപ്പോഴാണ് എൻ്റെ രാധമ്മ ചൂട് ചായ കൊണ്ടുവന്ന് കൊച്ചമ്മണിക്ക് കൊടുക്കുന്നത്. കൊച്ചമ്മണി ആ ചായ വാങ്ങിച്ചിട്ട് രാധമ്മയോട് ചോദിക്കുക, എന്താ രാധമ്മയുടെ മുഖം എട്ടുകാലി കടിച്ചതുപോലെ ഇരിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ, അത് നോണ, എന്തോ ഒരു വല്ലാത്ത വേവലാതി ഉണ്ട്. എൻ്റെ മരുമകൾ ആ രുക്മിണിയുടെ ചെവിക്കുറ്റിക്കിട്ട് 2 കൊടുത്തതുകൊണ്ടാണോ? ആ രുക്മിണിയോട് പോകാൻ പറയാതമ്മേ, അവക്കത് വേണ്ടതായിരുന്നു. ആ രുക്മിണി ഉണ്ടല്ലോ, അവളെ പേപ്പട്ടി കടിക്കണേന്നാ എൻ്റെ പ്രാർത്ഥന. എൻ്റെ അമ്മേ, അതിനെക്കുറിച്ച് ഇനി ഒരു കോലാഹലം ഉണ്ടാവുമോന്നാ എൻ്റെ പേടി. എല്ലാം സഹിച്ച് മടുത്തു. എൻ്റെ രാധമ്മയെ ധൈര്യമായിട്ടിരിക്കുക, ഒരു ചുക്കും ഉണ്ടാകില്ല. ഇനി ആ രുക്മിണി അല്ലെങ്കിൽ അവിടെ മകനെയും കൂട്ടി വന്ന് ഈ വീടിന് തീയിടാൻ വന്നാൽ അവരുടെ മുട്ടുകാല് 2 ഞാൻ തല്ലിയൊടിക്കും. എൻ്റെ ദൈവമേ, ഒരു പ്രശ്നവും ഉണ്ടാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നടക്കും. വേണ്ട, അപ്പോൾ വന്നേക്കുന്ന അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ആ വിഷപ്പാമ്പ് കൊച്ചമ്മണി മനസ്സിൽ പറയാ, ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു, ഇന്ന് പൂരവും വെടിക്കെട്ടുമൊന്നും ഇല്ലല്ലോ എന്ന്. എൻ്റെ ദൈവമേ, ആ രുക്മിണിയും മൗനും കൂടെ വളർന്ന് ഇവിടെ ഭയങ്കര ഒരു വഴക്കും ബഹളവും ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കണേ. കൊച്ചമ്മണിയുടെ ആ നിപ്പ് കണ്ടിട്ട് വേണിവേട്ടം വന്നിട്ട് ചോദിക്കുക, എന്താണ് കൊച്ചമ്മണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ആർക്കെങ്കിലും ഇന്ന് വേല വെക്കുന്ന കാര്യം വല്ലതുമാണോ? അയ്യോ, അതൊന്നും അല്ലച്ചാ, ഞാൻ ആ കൂടുപത്രക്കാരി രുക്മിണിയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. എത്ര രൂപ മുടക്കി കാണുക രുക്മിണി ഈ കൂടുപത്രമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി? ചിലപ്പോഴാ ഓട്ടുപാറ സിദ്ധന്റെ അടുത്തുനിന്നായിരിക്കും. അച്ഛാ, ഈ ഗൾഫിലുണ്ടല്ലോ, അവിടെ കൂടുപത്രവും മന്ത്രവാദവും ഒന്നുമില്ല. അതെ, അവിടെ ഉള്ളവരൊക്കെ നല്ല വിവരമുള്ള ആൾക്കാരാ. പക്ഷെ എന്നാലും അങ്ങനെയൊന്നുമല്ല. കൂടുപത്രം ഇല്ലെങ്കിലും മറ്റൊരു ചതിപ്രയോഗവും അവിടെ ഉണ്ട്. അതിന് പറയുന്നത് എന്താണെന്നറിയോ? അഹം കോറാമ്പി എന്ന്. അയ്യോ, അതെന്തൊരു കോളാമ്പിയാ? കോളാമ്പി അല്ലച്ചാ, അഹം കോറാമ്പി. അതാണ് അവിടുത്തെ കൂടുപത്രം. കടലാമ മുട്ടയിലാണ് അത് ചെയ്തു കൊടുക്കുന്നത്. വേണുവേട്ടന് ചിരി വരുന്നുണ്ടെങ്കിലും ചോദിക്കോ, ആഹാ, കടലാമയുടെ മുട്ടയിലോ? അതേച്ചാ, ഈ കടലാമയുടെ മുട്ടയിൽ കണസാ ഗുണസാന്ന് എന്തൊക്കെയോ അവരൊരു മന്ത്രം ചൊല്ലും. എന്നിട്ടത് വീടിന്റെ പരിസരത്ത് എവിടെങ്കിലും കൊണ്ടുവന്ന് അങ്ങ് കുഴിച്ചിടും. വേണുവേട്ടൻ അത് കേട്ടിട്ട് സഹികെട്ടി, എൻ്റെ ശിവ, എൻ്റെ പൊന്ന് തള്ളേ, നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒടുക്കലത്തെ തള്ളിങ്ങനെ തള്ളല്ലേ, ഈ പ്രദേശം മൊത്തം കരിഞ്ഞു പോവും. വേണ്ട, വരുന്നുണ്ട് രുക്മിണിയുടെ മോൻ ഹരീഷും ശ്രീലക്ഷ്മിയും കൂടെ വരുന്നുണ്ട്. വേണ്ടത് അങ്ങോട്ട് നോക്കിക്കേ, ആരാ വരുന്നതെന്ന്. കാർക്കോടകനും കരുനാഗേക്ഷിയും അല്ലേ വരുന്നത്. അവൻ്റെ ആ വരവ് കണ്ടോ? തീയുണ്ട ഉരിങ്ങിയ പുല്ലാണി മൂർഖനെ പോലെ അവൻ വരുന്നത്. അവൻ്റെ ആ വരവ് കണ്ടിട്ട് അവൻ ഇന്നിവിടെ പൊളിച്ചടുക്കും. ഹരീഷ് വാതക്ക് നിന്ന് ഒച്ചത്തിൽ പറയാം, എവിടെയാ തല്ലുകാരി? അവളെ ഇങ്ങോട്ട് വിളിച്ച്. കൊച്ചമ്മണി അത് കേട്ടിട്ട് അലറുവാണ്. അയ്യോ, എല്ലാവരും ഓടി വരണേ, ആയുധങ്ങളൊക്കെ എടുത്തോണ്ട് വരണേ. കൊച്ചമ്മയുടെ അലർച്ച കേട്ടിട്ട് രാധമ്മ ഓടി വരിക. രാധമ്മയെ കണ്ടിട്ട് ഹരീഷ്, നിങ്ങളുടെ പുന്നാരമോൾ എവിടെ? ഇങ്ങോട്ടൊന്ന് വിളിച്ചേ അവളെ. രാധമ്മയുടെ വയറ്റിൽ പറഞ്ഞ നന്ദി കെട്ട ശ്രീലക്ഷ്മി പറയാ, അവളെ വിളിക്ക്. ഇന്നലെ ഞങ്ങൾ ക്ഷമിച്ച്, ഇനി അതിനിന്ന് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. വേണുവേട്ടൻ ദേഷ്യത്തോടെ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, മര്യാദകേട് കാണിച്ചിട്ട് വന്ന ആളാകുന്നോ? അരിയുന്ത് നാശാരിച്ചയും കടിച്ചിട്ട് ഇപ്പൊ പട്ടിക്കാണോ മുറുമുറുപ്പ്? നിങ്ങൾ അവളെ ഇങ്ങോട്ട് വിളിക്ക്. അവളുടെ ഭർത്താവ് ഒരു യോഗ്യനുണ്ടല്ലോ, അവനെയും കൂടി ഇങ്ങോട്ട് വിളിക്ക്. സ്നേഹത്തോടെ രാധമ്മ പറയാം, മോനെ ഹരീഷേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കലേ. വേണ്ട, നിങ്ങൾ എന്നെ മോനേന്നൊന്നും വിളിക്കണ്ട, ഞാൻ നിങ്ങളുടെ മോനുമല്ല. അത് കേട്ടിട്ട് ശ്രീലക്ഷ്മി, ഓ, അവരുടെ ഒരു മോൻ. ഇതെന്താ, നിങ്ങളുടെ മോള് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുവാണ്, ഇങ്ങോട്ട് വിളിക്ക്. അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ജയനും പ്രിയയും അങ്ങോട്ട് വരുന്നുണ്ട്. ജയൻ ചോദിക്ക, എന്താടാ മാളത്തിൽ കയറി ഒളിച്ചിരിക്കാൻ ഞങ്ങളെന്താ കാട്ടുപന്നികളാണോടാ? നീയും നിന്റെ ഭാര്യയും കൂടി വന്ന് ഇവിടെ വന്ന് വെല്ലുവിളിക്കാൻ നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റാടാ ചെയ്തത്? ശ്രീലക്ഷ്മി പറയാം, വേണ്ട, ഇവളെൻ്റെ അമ്മയുടെ കർണത്തടിച്ച്
പ്രിയ വിടുവോ? എടി അമ്മയോ? പലിശക്കാരി രുക്മിണി എന്നാടി നിന്റെ അമ്മയായത്? അല്ല, അവരെന്നാ നിന്നെ പ്രസവിച്ചത്? ഹരീഷ് ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക, ഇവളോട് പകരം ചോദിക്കാതെ ഞാൻ ഇന്ന് ഇവിടുന്ന് പോവില്ല. അത് കേട്ടിട്ട് ജയം പറയും, ഇവള് അവളെന്നൊക്കെ എന്റെ ഭാര്യയെ കയറി നീ വിളിച്ചാലുണ്ടല്ലോ, നീ ഒരു നടക്ക് ഇവിടുന്ന് പോവില്ലടാ. പെരുങ്കള്ളി കൊച്ചമണി മനസ്സിൽ പറയും, ഓ പോടാ പോടി എന്നുള്ള വാചകം മാത്രമേ ഉള്ളൂ, അടിയൊന്നും നടക്കുന്നില്ലല്ലോ. പുറത്തെ ശബ്ദം കേട്ടിട്ട് രാജുവും ഋതികയും അങ്ങോട്ട് വരുന്നുണ്ട്. ഹരീഷ് എല്ലാരെയും നോക്കി ദേഷ്യത്തോടെ പറയും, എന്റെ അമ്മയെ തല്ലിയവളെയും അതിന് കൂട്ടുനിന്നവരെയും ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാത്തിനും ഞാൻ ശരിയാക്കും. അത് കേട്ടിട്ട് രാജു അങ്ങോട്ട് ഓടി വരുവാണ്. എടാ, മര്യാദയോട് കാണിച്ചത് നിന്റെ തള്ളയാ. നേരെ നെറി എന്താണെന്ന് തൊട്ട് നീണ്ടിട്ടില്ലാത്ത നിന്റെ അമ്മ, അവളോട് പോയി ചോദിക്കടാ. വേണുവേട്ടൻ പറയുക. രാജു അങ്ങോട്ട് വന്നിട്ട് പറയാം, അച്ഛൻ സംസാരിക്കണ്ട, കാര്യങ്ങൾ ഞാൻ ഇവനോട് സംസാരിക്കാം. ഹരീഷേ, വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാതെ നീ സംസാരിക്കാൻ വരരുത്. എന്നാലേ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ, എന്നാലേ നീ ഒരു ചുക്കും അറിഞ്ഞിട്ടില്ല. ഇവിടെ അയൽക്കൂട്ടത്തിലെ മീറ്റിങ്ങിന് വന്നല്ലേ, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആരും കാണാതെ കൂടുവത്രോ കൊടക്കമ്പയോ എന്തോ ഇവിടുത്തെ വീടിന്റെ ആ മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട് ഉടനെ കൊച്ചമ്മണി മറികണ്ടം ചാടി. അതേ, ആ കാനക്കോണി കുഴിച്ചിട്ടാലേ 7 മരണം നടക്കുമെന്ന പ്രശസ്ത ജ്യോത്സ്യൻ ഡോക്ടർ ചേർത്തല മാർത്താണ്ഡം പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അപ്പൊ 7 മരണം. അങ്ങനെ കൊച്ചമണി എല്ലാവരുടെയും പേര് പറയുമ്പോൾ കൊച്ചമ്മയുടെ പേര് 7ാമത് വരുമോ? ദൈവമേ, അപ്പൊ ഞാനും ഉണ്ടോ? ശ്രീലക്ഷ്മി ഉടനെ പറയാം, വേണ്ട, ഈ തള്ളയെ പിടിച്ച് എവിടെങ്കിലും കൊണ്ടുപോയി ചങ്ങലക്കിട്. ജയം വിടുവോ? വേണ്ട, എന്റെ തള്ളയുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അതിന് നിന്റെ ഉപദേശമൊന്നും വേണ്ടാടി. ഹരീഷ് ചോദിക്കുക, തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്കെന്താ വേദനിച്ചോ? അതുപോലെ എനിക്ക് എന്റെ അമ്മയും. അത് കേട്ടിട്ട് രാജു പറയാം, ഹരീഷേ, പെറ്റമ്മയെക്കുറിച്ച് ആരെന്ത് മോശമായിട്ട് പറഞ്ഞാലും അത് മക്കൾക്ക് വേദനിക്കും. അമ്മയെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ. അതെ, വിവരിക്കാനാകാത്ത ഒരു വികാരമാണ്. എടാ മോനെ രാജു, അമ്മയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വിചാരവും വികാരവും ഒന്നും ഇല്ലാത്ത ചില ജന്തുക്കൾ ഉണ്ടടാ. ആ ജന്മങ്ങളെ മാതാപിതാക്കളുടെ ഭാഗ്യദോഷമായിട്ടും കരുതിയാ മതി. വേണുവേട്ടൻ സങ്കടത്തോടെയാണ് പറയുന്നത്. എടാ ഹരീഷ്, രുക്മിണി ആന്റി തകിട് കുഴിച്ചിട്ടപ്പോൾ പിടിച്ചപ്പോൾ ദാണ്ട് ഇവള് സാക്ഷിയായിരുന്നു. എന്നിട്ടാ ദാണ്ട നിൽക്കുന്ന ഇവളുണ്ടല്ലോ, സ്വന്തം അമ്മയെയും ചേച്ചിയെയും നാണം കെടുത്താൻ വേണ്ടി മറുകണ്ഠം ചാടിയിരിക്കുന്നത്. ഒന്നും ഇതുവരെ മിണ്ടാതിരുന്ന ഋതിക പറയാം, വിദ്യാഭ്യാസം വിവരമുള്ളവർ ജീവിക്കുന്ന നാടാണ് കേരളം. ഇക്കാലത്ത് ഇത്രയും ചീപ്പായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? ആ രുക്മിണി ആന്റി യാതൊരു സംസ്കാരമില്ലാത്തൊരു സ്ത്രീയാ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പോയി അവരെ ഒന്ന് നന്നാക്കാൻ നോക്ക്. അഹങ്കാരിയായ ശ്രീലക്ഷ്മി പറയാ, നിന്റെ ഉപദേശവും പ്രസംഗവും എന്റെ മുന്നിൽ വേണ്ട കേട്ടോടി. പ്രിയ വിടുന്ന പാടില്ല. നീ ആരാടി ഋതുമോളോട് തട്ടിക്കയറാൻ? വേണ്ട, നിന്റെ അമ്മായിയമ്മയുടെ ഒരു കാരണത്തെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. നിന്റെ 2 കാരണത്തെ വിട്ട് ഞാൻ വീക്കും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോടി. രാജു പറയുക, ഹരീഷെ, എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ മനുഷ്യരാ. മാന്യതയോടെ മര്യാദയോടെ കൂടി ജീവിക്കുന്നവരാ. എന്നിട്ട് നമ്മളെ മീൻചന്തയിലെ പോലെ അടികൂടുന്നത് നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. അതിന്റെയൊക്കെ നാണക്കേട് നമുക്ക് തന്നെ. അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. അഹങ്കാരം തലയ്ക്ക് പിടിച്ച വിവരദോഷിയായ രുക്മിണിയുടെ മകൻ പറയാം, നിന്റെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. ഒരു മുൻ മന്ത്രിയുടെ മകൾ ഈ വീട്ടിലുള്ളതല്ലേ നിന്റെയൊക്കെ അഹങ്കാരം. വിവരദോഷി ശ്രീലക്ഷ്മി പറയുക. അത് മാത്രമല്ല ഹരീഷേ, കൊമ്പത്തെ രാജകുമാരിയല്ലേ. രാജകുമാരി വീട്ടിലുള്ളപ്പോ പ്രജകൾക്കൊക്കെ വല്ലാത്ത തലക്കരമാണ്. ശ്രീലക്ഷ്മി മതി എന്നിങ്ങനെ രാജു പറയുമ്പോ ഹരീഷ് പറയും, എന്താ അവള് പറഞ്ഞ സത്യമല്ലേ? ഈ വീട് ഞങ്ങളുടെ കയ്യിൽ തട്ടിയെടുക്കാൻ ഈ ഋതിയടച്ചൻ പ്രതാപവർമ്മയല്ലേ കാരണം? വർമ്മ സാറിന് എന്തെങ്കിലും പറഞ്ഞാൽ രാജു വെറുതെ ഇരിക്കുവോ? ഹരീഷേ, ദണ്ട നീ വിവരക്കേട് പറയരുത്. വർമ്മ സാറിനെ നീ വെറുതെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലാ. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസരമാണ്. ഓ, അതെനിക്ക് മനസ്സിലായി. ഇലക്ഷൻ അല്ലേ വരുന്നത്. കള്ളനെന്നും കൊള്ളക്കാരനെന്നുള്ള പേര് മാറ്റി ജയിക്കണം. ആ കുതിരക്കച്ചവടം ഇനി ഇവിടെ നടക്കില്ല. എടാ, ഈ നാടിന് ഇനി അവന്മാരെ വേണ്ടടാ. പ്രതാപവർമ്മയും കൂട്ടാളികളെയും തോൽപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും. അതെനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എടാ ഹരീഷേ, വെല്ലുവിളികളൊന്നും വേണ്ടടാ. ഈ നാട്ടിലെ ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അദ്ദേഹം തന്നെ ജയിക്കൂ. അത് നമുക്ക് കാണാടാ. ആ കാണാം. എന്റെ അമ്മയ്ക്ക് കൊണ്ടടി എന്റെ ഹൃദയത്തിലാണ് ഏറ്റിരിക്കുന്നത്. അതിന് ഹരീഷ് പകരം ചോദിച്ചിരിക്കും. ഇപ്പോഴെനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പാശ്രീ എന്നും പറഞ്ഞ് ഹരീഷ് പോവുകയാണ്. കൊച്ചമണിപ്പാര മനസ്സിൽ പറയാം, അവന് വേറെ എന്തോ ഉദ്ദേശം ഉണ്ടല്ലോ. അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. കൊച്ചമണി ഓടിച്ചെന്ന് അവരെ ഇങ്ങനെ തടുത്തു നിർത്തുക. എന്താ തള്ളേ നിങ്ങൾക്ക് വേണ്ടത്? ഹരീഷ് ചോദിക്കുക. ചീത്ത വിളിക്കല്ലേ മക്കളെ. എന്തൊക്കെയായാലും ഞാൻ നിങ്ങളുടെ വല്യമ്മയല്ലേ. എന്തിനാ വല്യമ്മ ഈ ഇടവഴിയൊക്കെ ചാടി നിങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത്? അത് മോനെ, വയ്യാത്ത പട്ടി കയ്യാല ചാടുമെന്നുള്ളതൊക്കെ സത്യമാ.
എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾ അവിടുന്ന് വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയപ്പോഴേ എനിക്കൊരു കാര്യം പിടികിട്ടി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശ്രീലക്ഷ്മി പറയാം. ഞങ്ങൾക്ക് പല ഉദ്ദേശങ്ങളും കാണും. അത് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെങ്കിലോ? നിങ്ങളുടെ വക്രബുദ്ധി ഉടായ്പൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ടൊന്നും വന്നേക്കരുത്, പറപ്പിക്കും ഞങ്ങള്. മുതുക്കി പിശാശ്. വാ ഹരീഷ ഇങ്ങോട്ട്. കൊച്ചമ്മണിക്ക് കിട്ടാനുള്ളത് കിട്ടി. കൊച്ചമ്മണി ആകെ ദേഷ്യത്തിൽ നിൽക്കുക. എന്നിട്ട് പറയാം, ദൈവമേ, ഈ രണ്ടും പോകുന്ന പോക്കിൽ രണ്ടിനെയും പാമ്പ് കൊത്തണേ. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മയുടെ പ്രാർത്ഥന കേൾക്കുവോ? അവരെ രണ്ടുപേരെയും പാമ്പ് കൊത്തുമോ? അതോ അതിനേക്കാൾ വലുത് ഇവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ ശിക്ഷ. നൊന്ത് പ്രസവിച്ച അമ്മയെ എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിക്കുവാണ് ശ്രീലക്ഷ്മി. സത്യങ്ങളെല്ലാം ഒരു നാൾ തിരിച്ചറിയുമ്പോൾ ഈ ശ്രീലക്ഷ്മി എവിടെ കൊണ്ട് വെക്കും ഈ പാവങ്ങളൊക്കെ? ഏത് പാവനാശിനിയിൽ പോയി ശ്രീലക്ഷ്മിയെ കണ്ണുനീരൊഴിക്കാലും ഈ പാവങ്ങൾ തീരുമോ? പ്രതാപവർമ്മയ്ക്കെതിരായിട്ട് ഇലക്ഷനിൽ എന്തൊക്കെയായിരിക്കും ഹരീഷ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്? അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് രാജുവും ഋതികയും എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.